ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, ഇത് ദർശനമാല എന്ന കൃതിയുടെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്നും പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് ഈ അധ്യായത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങളിലൂടെ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ആദ്യ ശ്ലോകത്തിൽ ഒന്നുമില്ലാത്ത ശുദ്ധ ശൂന്യാവസ്ഥയിലായിരുന്ന സമയത്ത് ഭഗവാൻ പ്രപഞ്ചമെല്ലാം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ച് ഇതെല്ലാം സ്വപ്നം പോലെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. 2ാമത്തെ ശ്ലോകത്തിൽ വാസനാമയമായിരുന്ന പ്രകൃതിയെ തൻ്റെ മായാശക്തിയാൽ ഒരു മായാപ്രകടനം കാണിക്കുന്നത് പോലെ പ്രപഞ്ചരൂപേണ എല്ലാം സൃഷ്ടിച്ചു എന്നും പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിക്ക് മുമ്പ് എവിടെയായിരുന്നു എന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നും മറ്റും പറയുന്നു. 3ാമത്തെ ശ്ലോകം: പ്രാഗുൽപത്തേരിദം സ്വസ്മിൻ വിലീനമഥവൈശ്വതഃ ബീജാദംഗുരവത്സ്വസ്യ ശക്തിരേവാസൃജത് സ്വയം. ഓരോ പദങ്ങൾ തിരിച്ചു പറയാം. പ്രാക് ഉൽപ്പത്തേഃ ഇദം സ്വസ്മിൻ വിലീനം അഥ വൈ സ്വതഃ ബീജാത് അങ്കുരവത് സ്വസ്യ ശക്തിഃ ഏവ അസൃജത് സ്വയം. ഇനി അന്വയാർത്ഥം പറയാം. ഉൽപ്പത്തേഃ പ്രാക്, ഉൽപ്പത്തിക്ക് മുൻപ്, ഇതം സ്വസ്മിൻ വിലീനം, ഈ പ്രകൃതി തന്നിൽ തന്നെ ലീനമായി സ്ഥിതി ചെയ്തിരുന്നു. അധഃ, അതിനുശേഷം, സ്വതഃ ബീജാത് അങ്കുരവത്, വിത്തിൽ നിന്ന് മുള പൊട്ടി വരുന്നത് പോലെ തന്നിൽ നിന്ന്, സ്വസ്യ ശക്തിഃ സ്വയം ഏവ അസൃജത്, തൻ്റെ ശക്തി സ്വയം തന്നെ സൃഷ്ടി നടത്തി. അതായത് സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഈശ്വരനിൽ ലീനമായി കിടന്നിരുന്നു. സമുദ്രജലത്തിൽ ഉപ്പ് ലയിച്ചിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിൽ മൂലപ്രകൃതി ലയിച്ചു കിടന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കടൽ ജലം വറ്റിച്ച് ഉപ്പ് വേർതിരിച്ച് എടുക്കുന്നത് പോലെ ഈശ്വരൻ്റെ ശക്തി തന്നിൽ നിന്ന്, ആത്മസ്വരൂപത്തിൽ നിന്ന് പ്രകൃതിയെ വേർതിരിച്ച് പ്രപഞ്ചരൂപേണ സൃഷ്ടി നടത്തി. അപ്പോൾ വിത്തിൽ നിന്ന് മുള പൊട്ടി വന്ന് ഒരു വൻ വൃക്ഷം രൂപപ്പെടുന്നത് പോലെ അത്യന്തം സൂക്ഷ്മമായ ആത്മചൈതന്യത്തിൽ നിന്നും ഈ പ്രപഞ്ചം സ്ഥൂലരൂപം പ്രാപിച്ച് സർവത്ര വ്യാപിച്ച് ഇപ്രകാരം പ്രകടമായി. ഇവിടെ ഈശ്വരനും പ്രപഞ്ചവും ഈശ്വരീയ ശക്തിയും എന്നിങ്ങനെ 3 വസ്തുക്കൾ ഉള്ളതായി പറയുന്നു. ദൈവദശകത്തിൽ പറയപ്പെടുന്ന ആഴിയും തിരയും കാറ്റും ഈ 3 കൂട്ടങ്ങളാണ്. ഞങ്ങളാകുന്ന ബ്രഹ്മസാഗരത്തിൽ ഈശ്വരീയ ശക്തിയാകുന്ന കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗമാലകളാണ് ഈ മായാപ്രപഞ്ചം. മായയും മായാവിയും ഒന്നാണെന്നും സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം ഒരേ വസ്തു തന്നെയാണെന്നും പറഞ്ഞിട്ടുള്ളതിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോഴേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് കടക്കാം.
ഈ ലോകത്ത് പ്രതിനിമിഷം അനേക വസ്തുക്കളും ജീവജാലങ്ങളും ജനിക്കുകയും ചിലത് നശിക്കുകയും നടക്കുന്നതായി കാണാം. ഈ ജനനത്തെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഒരു വസ്തു ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ വസ്തു സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. അതിനെ ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ ആ ഉണ്ടാക്കിയയാളെ സൃഷ്ടാവെന്നും അതിൻ്റെ നിർമ്മാണ പ്രക്രിയയെ സൃഷ്ടിയെന്നും അതുണ്ടാക്കാൻ ഉപയോഗിച്ച പദാർത്ഥത്തെ സൃഷ്ടിക്കുള്ള സാമഗ്രിയെന്നും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ സൃഷ്ടിജാലമെന്നും പറയാം. ഇനി ഇതെല്ലാം ഒന്നാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ജനനം, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ സൃഷ്ടി തന്നെ ഉദാഹരണമായി എടുക്കാം. മാതാപിതാക്കൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അതിൽ നിന്നാണ് അതിൻ്റെ ആരംഭം. അമ്മയുടെ ഭക്ഷണത്തിലൂടെ അമ്മയുടെ ദേഹത്തിൽ പ്രവേശിച്ച വസ്തുവിൽ നിന്ന് ഒരു ചെറിയ അംശം അണ്ഡമായി രൂപപ്പെടുന്നു. അച്ഛനിൽ നിന്നും വന്ന ബീജവും അപ്രകാരം തന്നെ ഉണ്ടായതാണ്. രണ്ടും ചേർന്ന് ഭ്രൂണമായി രൂപാന്തരപ്പെട്ടു. അതിൽ ആത്മചൈതന്യം പ്രവേശിക്കുന്നു. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്നവയവി ആവിയെ ആവരിച്ചിടുന്നു എന്ന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് ഈ കാര്യത്തെയാണ്. ആത്മചൈതന്യത്തിൻ്റെ പ്രവേശനത്തോടുകൂടി ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് അവയവങ്ങളെയൊക്കെ നിർമ്മിച്ച് ഒരു ശിശുവായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ സൃഷ്ടിക്കുള്ള സാമഗ്രി എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഭക്ഷിച്ച ഭക്ഷണ പദാർത്ഥമാണ്. അന്നത്തിൽ നിന്നും ജനിച്ചതായതുകൊണ്ടാണ് ദേഹത്തെ അന്നമയ കോശം എന്ന് പറയുന്നത്. അന്നം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. പ്രകൃതി ഈശ്വരനിൽ നിന്ന് വന്നതെല്ലാം ഈശ്വരാംശമാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതായത് സൃഷ്ടിക്കുള്ള സാമഗ്രി ഈശ്വരനാണ്. അന്നം ശരീരമായി രൂപാന്തരപ്പെടുന്നതിനെയാണ് ഇവിടെ സൃഷ്ടിയായി സങ്കല്പിക്കപ്പെടുന്നത്. ഈ പ്രക്രിയ ചെയ്യുന്നത് ഭ്രൂണത്തിലടങ്ങിയ ജീവചൈതന്യമാണ്. അതായത് സൃഷ്ടാവ് അതിൽ തന്നെ ഉണ്ട്. സൃഷ്ടിക്കപ്പെട്ട ദേഹവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും രണ്ടും അന്നമയമാകയാൽ രണ്ടും ഒന്നു തന്നെ. അന്നത്തെ ഒരു മനുഷ്യരൂപമാക്കി മാറ്റുന്ന വിദ്യയെയാണ് മായ എന്ന് പറയുന്നത്. ഈ വിദ്യ നടപ്പിലാക്കുന്ന ജീവചൈതന്യത്തെയാണ് മായാവി എന്നും പറയുന്നത്. ഇതെല്ലാം ഏകമായ ബ്രഹ്മം തന്നെയാണ്. ഒരു പക്ഷിയുടെ മുട്ട പക്ഷിയായി മാറുന്നതും ഒരു വിത്തിനെ വൻ വൃക്ഷമാക്കി മാറ്റുന്നതും അതിലടങ്ങിയിരിക്കുന്ന ജീവചൈതന്യമാണ്. ആ ചൈതന്യം സർവ്വതിലും അടങ്ങിയിരിക്കുന്നു. ആ ശക്തിയാണ് സർവകർമ്മങ്ങളും നടത്തുന്നത്. അതിനാൽ പറയാം, ഈശ്വരീയ ശക്തിയാലാണ് എല്ലാം ജനിക്കുന്നത്. അതാണ് സൃഷ്ടിക്കുള്ള സൃഷ്ടികർത്താവ്. അതുകൊണ്ടാണ് ശക്തിരേവാസൃജസ്വയം, ഈശ്വരീയ ശക്തിയായ മായയാണ് സ്വയം സൃഷ്ടി നടത്തിയത് എന്ന് പറഞ്ഞത്. വെള്ളത്തിൽ ഉപ്പ് ലയിച്ചിരിക്കുന്നത് പോലെ സൃഷ്ടിക്ക് മുൻപ് പ്രപഞ്ചം ഈശ്വരനിൽ ലയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വ്യാഖ്യാനം ആരംഭിച്ചത്. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതും പിന്നെ വേർതിരിച്ച് എടുക്കാവുന്ന അതുമായ വസ്തുവാണ്. അവ രണ്ടും, അതായത് ഉപ്പും വെള്ളവും രണ്ട് വസ്തുക്കളാണ്. വെള്ളത്തിന് ഉപ്പായി മാറുന്നതിനോ ഉപ്പിന് വെള്ളമായി മാറുന്നതിനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉദാഹരണം അദ്വൈത
സിദ്ധാന്തത്തിന് വിരുദ്ധമാണ്. അദ്വൈതിയായിരിക്കുന്ന ഗുരുദേവൻ പ്രകൃതിയും ബ്രഹ്മവും രണ്ടും രണ്ടാണ് എന്ന് തോന്നുന്ന പോലെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ശ്രോതാക്കൾക്ക് സംശയം തോന്നാവുന്നതാണ്. കാരണം ഇതാണ്: ഇത് സത്യമല്ല, അധ്യാരോപമാണ്. എന്നാൽ സാധാരണ ജനങ്ങളെല്ലാം പ്രപഞ്ചത്തെയും ദൈവത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്. അധ്യാരോപ ചിന്തയും അതിൻ്റെ ആരംഭത്തിൽ ആചാര്യന്മാർ സാധാരണക്കാരുടെ ചിന്താഗതിയോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ചിന്താശീലത്തെ ക്രമേണ വളർത്തിയെടുത്ത് അദ്വൈത ദർശനത്തിന് പ്രാപ്തമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അധ്യാരോപ ദർശനം വരാനുള്ള കാരണവും ഇതാണ്. ഗുരുദേവൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൽപ്രതിമകളെ പ്രതിഷ്ഠിക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഒരിക്കൽ ചട്ടമ്പി സ്വാമികൾ ഗുരുവിനോട് പ്രവൃത്തിയാരുടെ പണിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പ്രവൃത്തി എന്നത് അജ്ഞാനികളെ ഉദ്ധരിക്കുക എന്നതാണ്. കല്ലിൽ ദൈവസാന്നിധ്യം കണ്ടുകൊണ്ട് മനുഷ്യന് നന്നാകാൻ സാധിക്കുന്നെങ്കിൽ ബിംബസങ്കല്പത്തിൽ എന്താണ് തെറ്റ്? സർവ്വതും ബ്രഹ്മമാണെന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള തത്വജ്ഞാനിക്ക് കല്ലിനെ മാത്രം അതല്ല എന്ന് പറയാൻ പറ്റുമോ? ഗുരുവിൽ ആരില്ല, എന്നാൽ ചോദ്യകർത്താവിൽ ഇപ്പോഴും ആര് പോയിട്ടുമില്ല. ബിംബാരാധനയെപ്പറ്റി സാധാരണ ജനങ്ങളിൽ ചില സംശയങ്ങൾ ഉള്ളത് നീങ്ങാനായിട്ട് യോഗവാസിഷ്ഠത്തിലെ ഒരു ശ്ലോകം ഉദ്ധരിക്കാം. അക്ഷരാവഗമലബ്ധയേ യഥാ സ്ഥൂലവർത്തുള ദൃശത് പരിഗ്രഹ ശുദ്ധബുദ്ധ പരിലബ്ധയേ തഥാ ദാരു മൃണ്മയ ശിലാമയാർച്ചനം. അർത്ഥം: അക്ഷരാഭ്യാസത്തിനായി സ്ഥൂലമായും വർത്തുളമായും ഉള്ള രേഖകളാൽ അക്ഷരങ്ങൾ വരച്ച് കാണിക്കുന്നത് പോലെ ശുദ്ധചൈതന്യവും ജ്ഞാനസ്വരൂപവുമായ ഈശ്വരനെ പ്രാപിക്കാൻ മണ്ണുകൊണ്ടും മരം കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച വിഗ്രഹങ്ങളെ പൂജിക്കുന്നു. സങ്കല്പമുണ്ടാകാൻ ഒരു രൂപം വേണം. അരൂപിയായ ദൈവത്തെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ളതും എന്നാൽ അല്പം വ്യത്യസ്തമായതുമായ മനോഹരവുമായ ഒരു ചിത്രം കാണിച്ച് ഇത് ദൈവമാണ്, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവിശ്വാസവും പ്രാർത്ഥനയും മറ്റും ഉണ്ടാകാൻ അത് സഹായിക്കും. രൂപമില്ലാത്ത ദൈവത്തിന് രൂപം കൊടുക്കുമ്പോൾ അത് ഇന്ന രൂപത്തിൽ ആകണമെന്നില്ലല്ലോ. അങ്ങനെയാണ് പല രൂപത്തിലുള്ള മൂർത്തികൾ ഉണ്ടായത്. ആ എന്ന അക്ഷരം മലയാളി എഴുതുന്നത് പോലെയല്ല തമിഴിൽ എഴുതുന്നത്. ഹിന്ദിക്കാരന് മൂന്നാമതൊരു രീതിയാണ്. അങ്ങനെ എങ്ങനെ എഴുതിയാലും ആ എന്ന സങ്കല്പമുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. എൻ്റെ ആയാണ് ശരി, നിൻ്റെ ആ തെറ്റാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും കലഹമുണ്ടാക്കാറുണ്ടോ? അക്ഷരാഭ്യാസമില്ലാത്തവരും ആ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ എന്ന ധ്വനിക്ക് രൂപമില്ല. എഴുതാൻ വേണ്ടി ഒരു രൂപം കൊടുക്കണം. അതിനുവേണ്ടി ഓരോ ഭാഷക്കാരും അവരവർക്ക് തോന്നിയ രീതിയിൽ അക്ഷരങ്ങൾ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കല്ലുകൊണ്ട് പ്രതിമ ഉണ്ടാക്കി ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് ഓം കല്ലേ എന്ന് പറഞ്ഞല്ലല്ലോ പൂജിക്കുന്നത്. ഒരു ഭക്തനും അവിടെ അതിനെ കല്ലായിട്ട് കാണുന്നുമില്ല. ഭക്തൻ്റെ മനസ്സിലും പൂജാരിയുടെ മനസ്സിലും ഈശ്വരനാണ്. എന്നാൽ ദൈവവിശ്വാസമില്ലാത്തവൻ്റെ മനസ്സിൽ കല്ലുമാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.